പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വേദയെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ അറിയാതെ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ശങ്കരൻ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്. അച്ഛൻ പറഞ്ഞത് ശരിയാ, ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. അവന്റെ ചേട്ടനെ പിടിച്ച് ജയിലിലാക്കിയിട്ടുണ്ട്. അവനെ പെണ്ണുകേസിൽ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഫാക്ടറി മുറ്റത്ത് പന്തല് കെട്ടി സമരം ചെയ്തപ്പോൾ അടിച്ചൊതുക്കി ഇല്ലാതാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവനെ രക്ഷിച്ചത് വേദയാണ്. അവൻ ഒരു കൊലക്കേസിലെ പ്രതിയായപ്പോഴും ആ മകൾ തന്നെ അവനെ രക്ഷിക്കാൻ വന്നു. ശ്രീകാന്ത് പറയുന്നത് കേട്ട് ദീപ്തി ചോദിച്ചു, വരുണിനെ ഇല്ലാതാക്കിയത് വിക്രം ചേട്ടനാണെന്ന് ശ്രീയേട്ടൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അവര് തമ്മിലുണ്ടായിരുന്ന ശത്രുത എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ശ്രീകാന്ത് ചോദിക്കുകയാണ്. വിക്രമേട്ടന് വരുണിനോട് ഒരു ശത്രുതയും ഇല്ലായിരുന്നു. വരുണിനെ കൊന്നത് വിക്രം ചേട്ടനാണെന്ന് വരുത്തി തീർത്തിട്ട് വരുണിന്റെ അച്ഛനെ കൊണ്ട് വിക്രം ചേട്ടനെ കൊല്ലിക്കാനാണ് ശ്രീയേട്ടൻ ശ്രമിച്ചത്. ദീപ്തി പറഞ്ഞു. അതെ, അതിനിപ്പോ എന്തു വേണം? ശ്രീകാന്തിന്റെ ചോദ്യം കേട്ട് ശങ്കരൻ ശ്രീകാന്തിനെ തല്ലുകയാണ്. ഒരു കൊലപാതകത്തിന് ശ്രമിച്ചിട്ട് എന്റെ മുന്നിൽ നിന്ന് ന്യായീകരിക്കുന്നു എന്ന് ചോദിച്ച് ശങ്കരൻ വീണ്ടും ശ്രീകാന്തിനെ തല്ലാനോങ്ങിയതും ശങ്കരന്റെ കയ്യിൽ കയറി ശ്രീകാന്ത് പിടിക്കുകയാണ്. വേദയെ അവൻ ബലമായി താലി കെട്ടിയതിന്റെ അന്ന് രാത്രി അവനെ തീർത്തു കളയാൻ എന്നോട് പറഞ്ഞത് അച്ഛൻ തന്നെയാ, ശ്രീകാന്ത് പറഞ്ഞു. അപ്പോൾ അവൾ ഇങ്ങോട്ട് വന്നത് അവളുടെ ഇഷ്ടപ്രകാരമല്ലേ? നീയാണോ അതിന് കാരണം? പത്മം ചോദിക്കുകയാണ്. അതിന് കാരണം അയാൾക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല, അതിന് വേറെ ഒരാളുടെ സമ്മതം കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് വേദ താഴേക്ക് വരികയാണ്. പക്ഷേ അതിനു മുൻപ് നിന്റെ അച്ഛനു വേണ്ടി നീ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കാണിച്ചു കൊടുക്കാം. പോലീസ് അന്വേഷിക്കുന്ന പ്രതിക്ക് ജഡ്ജിയുടെ വീട്ടിൽ സുഖജീവിതമെന്ന് നാളത്തെ പത്രത്തിൽ വായിക്കാം എന്ന് പറഞ്ഞ് വേദയെ തട്ടിമാറ്റിക്കൊണ്ട് ശ്രീകാന്ത് വിക്രമിന്റെ അരികിലേക്ക് പോവുകയാണ്. മുറിയിൽ ആകെ നോക്കിയിട്ടും ശ്രീകാന്തിന് വിക്രമിനെ കണ്ടെത്താനായില്ല. വിക്രം സൺഷെയ്ഡിൽ കയറി ഒളിച്ചു നിൽക്കുകയായിരുന്നു. എവിടെയടി അവൻ? നിന്നോടാ ചോദിച്ചത്, ആ തെണ്ടി എവിടെയെന്ന്. ശ്രീകാന്തിന്റെ ചോദ്യം കേട്ട് വേദ പറഞ്ഞു. കടന്നു പോടോ എന്റെ മുറിയിൽ നിന്ന്. വേദ ശ്രീകാന്തിനെ മുറിയിൽ നിന്ന് തള്ളി പുറത്താക്കുകയാണ്. പണിക്കത്ത് വീട്ടിൽ അനന്തരാവകാശിയായി ആ ഗുണ്ടയുടെ കുഞ്ഞു പിറക്കരുതെന്ന് താൻ പറഞ്ഞില്ലേ? എന്നാൽ കേട്ടോ, ആ ഗുണ്ടയുടെ കുഞ്ഞിനെ തന്നെയാണ് ഞാൻ പ്രസവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം തന്നോളം വൃത്തികെട്ടവനും ക്രിമിനലുമല്ല എന്റെ വിക്രം എന്നുള്ളത് കൊണ്ട് തന്നെ. ഇത് കേട്ട് കലി കയറിയ ശ്രീകാന്ത് വേദയെ തല്ലുകയും മുടിക്ക് കുത്തിപ്പിടിക്കുകയും ചെയ്തു. ശങ്കരനും പത്മവും ദീപ്തിയും വർഷയും പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും ശ്രീകാന്ത് വിട്ടില്ല. ശ്രീകാന്ത് വേദയെ തല്ലിയെന്ന് മനസ്സിലാക്കിയ വിക്രം വേഗം താഴേക്ക് ചെല്ലുകയാണ്. വേദയെ തല്ലാനായി ശ്രീകാന്ത് ഫ്ലവർ വേസ് എടുത്ത് പൊക്കിയതും വിക്രം ശ്രീകാന്തിനെ ചവിട്ടി താഴെയിടുകയാണ്. പിന്നെ വിക്രം ശ്രീകാന്തിനെ ചവിട്ടുകയും തല്ലുകയും അവസാനം വേദയെ തല്ലാനെടുത്ത ഫ്ലവർ വേസ് കൊണ്ട് തന്നെ ശ്രീകാന്തിനെ വിക്രം തല്ലാൻ ഒരുങ്ങുകയുമാണ്. വേദ തടഞ്ഞതുകൊണ്ട് വിക്രം കൂടുതലൊന്നും ചെയ്തില്ല. ശരിയാണ്, വിക്രം ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നിരപരാധിയായ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് നടന്നതെല്ലാം വേദ ശങ്കരനോട് പറയുകയാണ്. ശുചീന്ദ്രത്ത് വെച്ച് വിക്രമിന്റെ അച്ഛനെ തട്ടിക്കൊണ്ടു പോയതടക്കം എല്ലാം വേദ ശങ്കരനോട് പറഞ്ഞു. ഇവള് പറയുന്നത് വിശ്വസിക്കരുത്, പോലീസിനെ വിളിക്ക്, ശ്രീകാന്ത് പറഞ്ഞു. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല, വിക്രം പറഞ്ഞു. പണിക്കത്ത് തറവാട്ടിൽ അനന്തരാവകാശികളെ തീരുമാനിക്കുന്നത് ആരാണെന്നും അതെന്തിനാണെന്നും അച്ഛന് ഇപ്പോൾ മനസ്സിലായില്ലേ? വേദ ശങ്കരനോട് ചോദിച്ചു. എല്ലാത്തിനും സാക്ഷിയായി ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അയാളുമായി ഞങ്ങൾ വരും, വിക്രം പറഞ്ഞു. അങ്ങനെ വേദയും വിക്രവും അവിടെ നിന്ന് പോവുകയാണ്. വിക്രം പറയുന്നത് വിശ്വസിക്കരുത്, അവനാണ് വരുണിനെ കൊന്നത്, പോലീസിനെ വിളിക്കും എന്നൊക്കെ ശ്രീകാന്ത് വീണ്ടും പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ആരും ആരെയും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വിക്രം നിരപരാധിയാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. അപരാധി ആരാണെന്ന് അവൻ തെളിയിക്കുന്നത് വരെ മാത്രമേ അച്ഛനും മകനും എന്ന ബന്ധത്തിൽ നീയും ഞാനും ഈ വീട്ടിലുണ്ടാകൂ, ശങ്കരൻ പറഞ്ഞു. വർഷ ഈ വിവരം അപ്പോൾ തന്നെ ചന്ദ്രശേഖരനെ വിളിച്ചറിയിക്കുകയാണ്. ചന്ദ്രശേഖരൻ ഉടനെ CIയെ വിളിച്ച് ചീത്ത പറയുകയാണ്. താനൊക്കെ ശങ്കരന്റെ വീട് അരിച്ചു പെറുക്കിയിട്ട് എന്തായടോ? അവൻ ഇത്രയും നാളും ആ വീട്ടിൽ ഉണ്ടുമുറങ്ങിയും കഴിയുകയായിരുന്നു. വിക്രവും വേദയും അവിടെ നിന്നിറങ്ങിപ്പോന്നിട്ട് ഉണ്ടെന്നും ചെല്ലാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം ഒന്ന് അന്വേഷിക്കാനും ചന്ദ്രശേഖരൻ പറയുകയാണ്. ചന്ദ്രശേഖരൻ അയച്ച ഗുണ്ടകൾ ജോസഫിനെയും രാജുവേട്ടനെ അടുത്തു നിന്ന് അനിയൻകുട്ടിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും വിക്രം അവിടെ എത്തുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.